ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ വെണ്ടയ്ക്ക, ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, സബോള, കറിവേപ്പില ഇടാട്ടോ, പിന്നെ വെളുത്തുള്ളി. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം അതിലേക്ക് സബോള ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കൊച്ചുള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന സബോള ഉള്ളിയാണ്. നന്നായിട്ട് വരട്ടുക കേട്ടോ. ഒരു അതിൻ്റെ സ്മെൽ, പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റി സ്മെല്ല് മാറുന്ന വരെ. അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വരണ്ട വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ വരെ വരട്ടിയെടുക്കാം കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെമ്മീനും വറുത്തിടാട്ടോ. അതിനുശേഷം അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും തുറന്ന് വെച്ച് വേവിക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിന് ഞോള കിട്ടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തുറന്ന് വെച്ച് വേവിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയിടുക കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഞോളകെട്ടൽ എന്നാട്ടോ പറയാം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയാ? അതൊന്ന് കമന്റ് ഇടണേ. വെണ്ടയ്ക്ക നല്ല ആരോഗ്യ ഗുണം തരുന്നൊരു പച്ചക്കറിയാണ്. ഇതിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് പിന്നെയും കാണാം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.